നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇൻ്റഗ്രൽ സൈൻ 2x ഇൻറ്റു കോസ് എക്സ് ഡി എക്സ്. അപ്പോൾ നമ്മൾ ഓപ്ഷനിലേക്കൊക്കെ നോക്കുമ്പോൾ കോസ് ക്യൂബിൻ്റെ ടേംസിൽ ഒക്കെയാണ് ആൻസേഴ്സ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ സംഭവം ഒരു ട്രിഗ്നോമെട്രിക് മാനിപ്പുലേഷൻ ചെയ്യാം. തന്നിരിക്കുന്നത് ഇൻ്റഗ്രൽ സൈൻ 2x ഇൻറ്റു കോസ് എക്സ് ഡി എക്സ് ആണല്ലോ. സോ ദിസ് ഇസ് ഇൻ്റഗ്രൽ സൈൻ 2xന് എന്ത് ചെയ്യാം, 2 sin x ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു പിന്നെ കോസ് എക്സ് ഡി എക്സ് എന്ന് എഴുതി. ഇനി നോക്കിക്കേടാ, നമ്മൾ കോസ് എക്സിന് ടി എന്ന് വിളിച്ചാൽ മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഡി ടി ആയിട്ടുണ്ടാവും. അഥവാ നമുക്ക് സൈൻ എക്സ് ഡി എക്സ് എന്തായി മാറി, മൈനസ് ഡി ടി ആയി മാറിയിട്ടുണ്ടാവും. അപ്പോൾ നോക്കിക്കേ, ഈ സൈൻ എക്സ് ഡി എക്സ് ഇവിടെ കാണുന്നുണ്ട്. ഈ സൈൻ എക്സ് ഡി എക്സ് അതിനെ മൈനസ് ഡി ടി എന്ന് വിളിക്കാം. കോസ് എക്സ് ഉള്ളിടത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ടി കൊടുക്കാം. അപ്പോൾ എന്തായി, ദിസ് ഇസ് ഇൻ്റഗ്രൽ 2 ഇൻറ്റു മൈനസ് ഡി ടി ഇൻറ്റു പിന്നെ കോസ് എക്സ് എന്ന് പറഞ്ഞ സാധനം അത് ടി സ്ക്വയർ ആയി മാറി. സോ മൈനസ് 2 ഇൻറ്റു ഇൻ്റഗ്രൽ ടി സ്ക്വയർ ഡി ടി. സോ ദിസ് ഇസ് മൈനസ് 2 ഇൻറ്റു ടി ക്യൂബ് ബൈ 3 പ്ലസ് സി. ദിസ് ഇസ് മൈനസ് 2/3 കോസ് ക്യൂബ് എക്സ് പ്ലസ് സി. മൈനസ് 2/3 കോസ് ക്യൂബ് എക്സ് പ്ലസ് സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഇൻ്റഗ്രൽ 1/1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് 1/1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ആണ്. 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് എന്ന സാധനം കൊസീക് സ്ക്വയർ എക്സ് ആണ്. കൊസീക് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് എന്തായി, 1 ആയിപ്പോയി. സോ ദിസ് ഇസ് ഇൻ്റഗ്രൽ ഡി എക്സ് വിച്ച് ഇസ് എക്സ് പ്ലസ് സി. ഓക്കെ, ഇൻ്റഗ്രൽ ഡി എക്സ് അത് എക്സ് പ്ലസ് സി എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇൻ്റഗ്രൽ 4x⁻9 ഡിവൈഡഡ് ബൈ x⁻10 - 10. അപ്പോൾ അഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇൻ്റഗ്രൽ 4x⁻9 ഡിവൈഡഡ് ബൈ x⁻10 - 10 ഡി എക്സ് എന്നാണല്ലോ. അപ്പോൾ x⁻10 - 10നെ നമ്മൾ ടി എന്ന് വിളിച്ചാൽ 10 ഇൻറ്റു x⁻9 ഡി എക്സ് എന്തായി മാറി, ഡി ടി ആയി മാറി. സോ x⁻9 ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി ഡിവൈഡഡ് ബൈ 10 ആയി മാറി. സോ x⁻9 ഇൻറ്റു ഡി എക്സ്, x⁻9 ഇൻറ്റു ഡി എക്സ് ഡി ടി ബൈ 10 ആണ്. x⁻10 - 10 അതിനെ ടി എന്നും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഇസ് 4 ഇൻറ്റു ഇൻ്റഗ്രൽ ഡി ടി ഡിവൈഡ് ബൈ 10 ഇൻറ്റു 1/t. ഓക്കെ, സോ ദിസ് ഇസ് 2/5 ഇൻ്റഗ്രൽ 1/t ഡി ടി. സോ ദിസ് ഇസ് 2/5 ലോഗ് മോഡ് ടി പ്ലസ് സി എന്ന് കിട്ടും. ദിസ് ഇസ് 2/5 ലോഗ് മോഡ് x⁻10 - 10 പ്ലസ് സി എന്ന് കിട്ടും. 2/5 ലോഗ് മോഡ് x⁻10 - 10 പ്ലസ് സി എന്ന് കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ദ വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ 0 to √3 6 ഡിവൈഡ് ബൈ 9 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്നതാണ് ചോദ്യം. അപ്പോൾ ഇൻ്റഗ്രൽ 0 മുതൽ √3 വരെ 6 ഡിവൈഡ് ബൈ 9 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്നതാണ് ചോദ്യം. ഓക്കെ, നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ഇൻ ദ സെൻസ് നമുക്ക് ഈ സംഭവത്തിന് ഇൻ്റഗ്രൽ 6 പുറത്തേക്ക് എടുത്താൽ ഇൻ്റഗ്രൽ 0 മുതൽ √3 വരെ 1/x² പ്ലസ് 3² ഫോമാണ്. ഇനി നമുക്കറിയാം ഇൻ്റഗ്രൽ 1/x² പ്ലസ് a² എന്ന് പറഞ്ഞ സാധനം 1/a tan ഇൻവേഴ്സ് ഓഫ് x/a ആണ്. അപ്പോൾ ഡയറക്റ്റ് ഫോർമുല ഉപയോഗിക്കാം. ദിസ് ഇസ് 6 ഇൻറ്റു 1/3 ഇൻറ്റു tan ഇൻവേഴ്സ് ഓഫ് x/3 വിത്തിൻ ദ ലിമിറ്റ് 0 to √3 എന്ന് കിട്ടും. സോ ദിസ് ഇസ് 2 tan ഇൻവേഴ്സ് ഓഫ് അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ √3/3 എന്ന് പറയുന്നത് 1/√3 - 0 എന്ന് കിട്ടും. സോ ദിസ് ഇസ് 2 ഇൻറ്റു π/6 അഥവാ π/3 എന്ന് കിട്ടും. π/3 ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ദ വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ -5 to 5 4 - mod x dx ഇസ് ഈക്വൽ ടു എന്നതാണ് ചോദ്യം. നമുക്കിതിന് എന്ത് ചെയ്യാം, ഇൻ്റഗ്രൽ -5 to 5 4 - mod x dx. സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റഗ്രൽ -5 to 5 4 പുറത്തേക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാം, ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ -5 to 5 mod x dx എന്ന് എഴുതി. ഓക്കെ, ഇപ്പോൾ ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ ഇൻ്റഗ്രാൻഡ് സ്പ്ലിറ്റ് ചെയ്തു. സോ ദിസ് ഇസ് 4 ഇൻറ്റു ഡി എക്സിൻ്റെ എന്താണ് ആൻറ്റിയുടെ എക്സ് വരും. അപ്പോൾ 5 - -5 പിന്നെ മൈനസ് ഇത് 2 ടൈംസ് ഇൻ്റഗ്രൽ 0 to 5 mod x dx എന്ന് എഴുതാം. mod x 0 to 5 എന്താണ്, എക്സ് ഡി എക്സ് ആണ്. സോ ദിസ് ഇസ് 4 × 10 40 മൈനസ് ഇത് 2x എന്ന് പറഞ്ഞത് x² ആണ്. x² 0 മുതൽ 5 വരെയാണ്. സോ 40 മൈനസ് 25 - 0 അതായത് 15 എന്നാണ് കിട്ടുക. റൈറ്റ് ആൻസർ 15 ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ്സ് y = x², y = √x. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് നോക്കിക്കേ, നമ്മളെ കയ്യിലുള്ള കർവ് ഒന്ന് y = x² പിന്നെ y = √x ആണ്. അപ്പോൾ ബേസിക്കലി ഈ റീജിയനാണ്.
അപ്പോൾ ഈ റീജിയൻ എന്ന് പറയുന്നത് രണ്ട് പരാബോളകൾ തമ്മിലുള്ള ഏരിയ ആണ്. അപ്പോൾ രണ്ട് പരാബോളകൾ തമ്മിലുള്ള ഏരിയ, അതായത് വെർട്ടെക്സ് ഒറിജിൻ ആയിട്ടുള്ള y² = 4ax x² = 4by തമ്മിലുള്ള ഏരിയ എന്ന് പറയുന്നത് 4a × 4b / 3 ആണ്. ഇതറിയണം കേട്ടോ. അപ്പോൾ ഇൻ്റഗ്രേഷൻ അവോയ്ഡ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഒന്ന് y² = x ആണ്. അപ്പോൾ 4a എന്ന് പറയുന്നത് 1 ആണ്. അടുത്തതിൽ y = x² ആണ്. അപ്പോൾ x² = y ആണ്. 4b എന്ന് പറയുന്നത് 1 ആണ്. 1 × 1/3 which is 1/3. 1/3 is the right answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക. ദ വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ 0 to 2 x² / x³ + 1 the whole square dx is. നമുക്ക് മനസ്സിലായി എന്താണ് ഇൻ്റഗ്രൽ 0 to 2 x² dx ഡിവൈഡഡ് ബൈ x³ + 1 the whole സ്ക്വയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താ x³ + 1 നമ്മൾ t എന്ന് വിളിച്ചാൽ 3x² dx dt ആയിട്ടുണ്ടാവും, x² dx dt/3 ആയിട്ടുണ്ടാവും. ഇനി ലിമിറ്റ് മാറ്റണം, അത് മറക്കരുത് കേട്ടോ. x വാല്യൂ 0 ആകുമ്പോൾ t വാല്യൂ 0³ + 1 which is 1. x വാല്യൂ 2 ആകുമ്പോൾ t വാല്യൂ എന്ന് പറയുന്നത് 2³ + 1 which is 9. So this is integral lower limit 1 to upper limit 9 x² dx dt/3 1/t² എന്ന് കിട്ടും. അപ്പോൾ ദിസ് ഇസ് 1/3 1/t² ഇൻ്റഗ്രൽ 1/tയുടെ ഡെറിവേറ്റീവ് -1/t² ആണ്. അപ്പം 1/t² ഇൻ്റഗ്രൽ -1/t ആണ്. അപ്പോൾ ദിസ് ഇസ് 1/t വിത്തിൻ ദ ലിമിറ്റ് 1 to 9 റൈറ്റ്. മൈനസ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. -1/3 × 1/9 -1. സോ -1/3 × 1 - 9 -8 / 9. So this is 8 / 27. 8/27 ആണ് റൈറ്റ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ്റഗ്രൽ π/8 മുതൽ 3π/8 വരെ sin⁴x + sin⁴x + cos⁴x. നമ്മുടെ കോമൺ സ്റ്റാൻഡേർഡ് ഫോമാണ് എന്താണ് ഇൻ്റഗ്രൽ a to b ഓക്കെ f(x) ഡിവൈഡഡ് ബൈ f(x) + f(a + b - x) dx എന്ന് പറഞ്ഞ സാധനം b - a/2 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ a π/8 b 3π/8 ആണ്. അത് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന ഈ കേസിൽ a + b നമുക്ക് π/2 എന്നാണ് വരുന്നത്. അപ്പോൾ സൈനും ഫംഗ്ഷന് പകരം കോസ് മാറി വരുമല്ലോ. ആ ഫോമിലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ f(x) = sin⁴x എടുത്താൽ f(a + b - x) എന്ന് പറഞ്ഞ സാധനം f(π/2 - x) ആണ്. അതെന്താണ് cos⁴x ആണ്. അപ്പോൾ നമ്മുടെ ചോദ്യം ഈ ഫോമിലാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആൻസർ ഉടനെ എഴുതാം. അപ്പർ ലിമിറ്റ് - ലോവർ ലിമിറ്റ് /2. അപ്പോൾ 3π/8 - π/8 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. സോ ദിസ് ഇസ് 2π/8 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ആൻസർ π/8. π/8 ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കുക. ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ y = 5x x ആക്സിസ് ആൻഡ് x = 4. അതിൽ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. എന്താണ് y = 5x എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ. ദിസ് ഇസ് y = 5x. ഇനി x ആക്സിസും x = 4. x = 4 എന്ന് പറയുന്നത് ഇതാണ്. x = 4. അപ്പോൾ ഈ പോയിന്റ് x = 4 ആണെങ്കിൽ y എത്രയാണ് 20 ആണ്. അപ്പോൾ ഇത് 4 യൂണിറ്റ്സ് ആണെങ്കിൽ ഇത് എത്രയാണ് 20 യൂണിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതാ ഈ ഏരിയ ആണ്. x ആക്സിസും ഈ ലൈനും കൂടി ഉണ്ടാക്കുന്ന ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഹാഫ് ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് ഹാഫ് 4 × 20 എന്ന് ചെയ്യാം. സോ ആൻസർ ഇസ് 40. 40 ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കുക. ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y - xy' = x² + y² ഈസ്. അതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ശ്രദ്ധിക്കണേ. y - xy' = x² + y² എന്നാണ്. അപ്പോൾ ഈ y - xy' കാണുമ്പോഴേ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താണെന്നറിയോ, ഇത് ബേസിക്കലി എന്ത് ഫോമിലാണെന്നറിയോ, ഈ സംഭവം y - xy' കാണുമ്പോൾ അത് ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ d/dx ഓഫ് y/x ചെയ്തത് ഓർമ്മയില്ലേ? y/x ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ എന്ന് പറഞ്ഞത് y × 1 ഡിവൈഡഡ് ബൈ x² ആണ് ഈ സാധനം. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ത്രൂ ഔട്ട് x² കൊണ്ട് ഡിവൈഡ് ചെയ്താൽ x² കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഈ സാധനത്തിൽ ത്രൂ ഔട്ട് x² കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഇവിടെ x² വേണമെന്നു, ഇവിടെ x² വേണമെന്നു. നമുക്കിതിനെ ഒന്ന് മാറ്റി എഴുതാൻ പറ്റും. എങ്ങനെ? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ
മൈനസ് പുറത്ത് കിടന്നു. ഓക്കെ, ഈക്വൽ ടു 1+y/x ദ ഹോൾ സ്ക്വയറിന് എഴുതാൻ പറ്റും. അപ്പോൾ എന്താ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ അതിനൊന്ന് മാനിപ്പുലേറ്റ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ y/x നമ്മൾ v പോലെ വിചാരിച്ചാൽ ഈ കാണിച്ചിരിക്കുന്ന സാധനം അതിൻ്റെ ഡെറിവേറ്റീവാണ്. y/xൻ്റെ ഡെറിവേറ്റീവാണ് ഈ കാണുന്ന സാധനം. ഓക്കെ, y/xൻ്റെ ഡെറിവേറ്റീവാണ് ഈ കാണുന്ന സാധനം. അതാണ് അതിലെ റിയലൈസേഷൻ. റൈറ്റ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടി എന്താണ്, -dv എന്ന് പറഞ്ഞ സാധനമാണ് 1+v² എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഇൻ്റഗ്രൽ. നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ, സോറി, നമുക്ക് ഇതാ y/x v ആണെങ്കിൽ ശ്രദ്ധിക്കണേ, നമ്മൾ dv/dx കേട്ടോ, dv/dx ആണ്, dv/dx ആണ് എന്ത് വരാൻ പോണത്, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ ദ ഹോൾ സ്ക്വയർ വരാം. അപ്പം -dv/dx ആണ് നമുക്ക് എന്ത് വരുന്നത്, 1+v² വരുന്നത്. റൈറ്റ്. അപ്പോൾ dv ഡിവൈഡഡ് ബൈ 1+v² ഇസ് ഈക്വൽ ടു dx എന്ന് കിട്ടും, -dx എന്ന് കിട്ടും. ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ tan ഇൻവേഴ്സ് v ഇസ് ഈക്വൽ ടു -x + c എന്ന് കിട്ടും. അഥവാ tan ഇൻവേഴ്സ് ഓഫ് y/x ഇസ് ഈക്വൽ ടു -x + c എന്ന് കിട്ടും. tan ഇൻവേഴ്സ് y/x ഇസ് ഈക്വൽ ടു c - x. അങ്ങനെ tan എടുക്കുക രണ്ട് സൈഡിലും. അപ്പോൾ y/x ഇസ് ഈക്വൽ ടു tan ഓഫ് c - x. കണ്ടോ, y/x ഇസ് ഈക്വൽ ടു tan ഓഫ് c - x. അതാണ് എൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഇത് ഇത്തിരി ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ചിന്തിച്ചാൽ തന്നെയാണ് ഈ ഫോമിലേക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ജെയ്ക്കൊക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു സാധനമാണ്. നമ്മളിവിടെ ചെയ്തത് വളരെ സിമ്പിളാണ്. ഈ y/xൻ്റെ ഡെറിവേറ്റീവ് ആണ് xy' - y/x² എന്ന് ആലോചിക്കുക. അപ്പോൾ അതുപോലത്തെ ഒരു ഫോം നമ്മളിവിടെ കാണുന്നത് കൊണ്ട് എന്താണ്, നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഐഡിയ സ്ട്രൈക്ക് ചെയ്യണം. ഓക്കെ, അത് ഇത്തിരി ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. ഒരു തവണയും കൂടി ചെയ്ത് നോക്കുക.